ഹായ്, തുമ്പി കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു രാത്രി ഞാൻ നേരുന്നു. ഇപ്പം ഞാൻ വന്നത് നിങ്ങളെ ഒരു ഒരു കുഞ്ഞൊരു വീഡിയോ കാണിക്കാനാണ് ഞാൻ വന്നത്. ഞാനിപ്പോൾ ചെയ്യുന്നത് നമ്മൾ ഇഞ്ചിക്കറി വയ്ക്കുന്നത് പോലെ നമ്മൾ കുടംപുളി, തോട്ടുപുളി എന്ന് വെച്ചാൽ വടക്കംപുളി, ഓരോ സ്ഥലത്ത് ഓരോ പേരുകളാണ് അതിനുള്ളത്. അത് വെക്കുവാണ്. അന്നേരം നമുക്ക് വയറ്റുവേദനയും വായുവിൻ്റെ അസുഖവും വയറ്റുവേദനയും ജാതി ചേർത്തൊക്കെ വരുന്നെങ്കിൽ നമുക്ക് ഈ കറി നല്ല ഒരു ഇതാണ്. അപ്പം ഞാനിത് വെക്കുന്നത് തോട്ടുപുളി വെച്ചാണ്. തോട്ടുപുളി നമ്മൾ നല്ല വൃത്തിയാക്കി കഴുകി വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി അത് വടികെ അരച്ചെടുത്തിട്ട് നമ്മുടെ ചട്ടിയെടുത്ത് വെച്ചു, എണ്ണ ചൂടാക്കി, കടുകിട്ടു, ചുവന്നുള്ളി ഇട്ട്, വറ്റൽമുളകില്ലായിരുന്നു. അപ്പം ഇത്രയൊക്കെ ഞാൻ ഐറ്റങ്ങൾ ഇട്ടു. ഉണ്ട്, കടുകും കൊച്ചുള്ളി അരിഞ്ഞിട്ടു, വറ്റൽമുളക് ഇല്ലായിരുന്നു. അപ്പം ഞാനുണ്ട് കരിയാപ്പില ഇട്ടു. രാത്രി പോയി എടുക്കാൻ എനിക്ക് പേടിയായി, അയ്യത്ത് നിൽപ്പുണ്ട്, പക്ഷേ എനിക്ക് എടുക്കാൻ പേടിയാണ്. അതേപോലെ അതുകൊണ്ട് അത്രയും കരിയാപ്പില ഇട്ടു. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, എടുത്തു വച്ചിരിക്കുന്നത് നമുക്ക് പിന്നെ ഉണ്ട്. ഇത് നമ്മൾ രണ്ട് ഇത് തന്നെ ഇത്രയും നമ്മൾ വടക്കംപുളി അരച്ച പുളി ഇത്രയും ഉണ്ട്, കണ്ടണ്ട, ഇത്രയും പുളിയുണ്ട്. അപ്പോഴും ഞാൻ 3 സ്പൂണ് മുളക് പൊടിയും 2 സ്പൂണ് മല്ലിപ്പൊടി, 1 നുള്ളി ഉലുവാപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഇത്രയും കൂടെ നമുക്ക് കടുക് വറുത്തതിനകത്തോട്ട് ഇട്ട് ഇതാക്കിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. അപ്പോൾ ഇത് നമുക്കൊന്ന് ഇങ്ങനെ വഴറ്റി കൊടുക്കാം. ഇത് നമുക്ക് ഈ വടക്കംപുളി ഓരോ സ്ഥലത്ത് ഓരോന്നാണ്. ഓരോരുത്തരത്ത് വടക്കംപുളി എന്ന് പറയും, ഒരിടത്ത് തോട്ടുപുളി എന്ന് പറയും, ചിലടത്ത് പെനമ്പുളി എന്ന് പറയും. അങ്ങനെ പല ഇതുണ്ട്. ഇനി നിങ്ങളുടെയൊക്കെ സ്ഥലത്ത് എന്തുവാ പറയുന്നത് എനിക്കറിയത്തില്ല. ഞങ്ങളിവിടെ വടക്കംപുളിയെന്നും തോട്ടുപുളിയെന്നും പറയും. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ചമ്മന്തി പോലെ ഒരു കറി പോലെ ഉണ്ടാക്കി, നമ്മൾ ഇഞ്ചിക്കറി വെക്കുന്ന രീതിയിൽ ഉണ്ടാക്കി എടുക്കും. ഇത് വെച്ച് നമുക്ക് രസം വയ്ക്കാം. ഇതൊക്കെ നമ്മൾ ഇടയ്ക്കൊന്ന് കൂട്ടിയാൽ നമുക്ക് വയറിൻ്റെ അസ്വസ്ഥത എന്ന് വെച്ചാൽ വയറ് പെരുക്കം, അതുകൊണ്ടൊക്കെ തന്നെ വായുവിൻ്റെത്, അങ്ങനെയൊക്കെ പല അസുഖത്തിന് ഇത് ഒരുപാട് ഒരു ഗുണമുള്ള ഒരു സാധനമാണ്. അപ്പം എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടം. അതിന് എൻ്റെ മോളെ ഇടയ്ക്ക് വെച്ച് പറഞ്ഞു തന്ന, അപ്പോൾ അവൾക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്ത് കണ്ട. അപ്പോൾ ഞാൻ മുളക് പൊടിക്കകത്തോട്ട് ഈ അരച്ച നമ്മുടെ തോട്ടുപുളി നല്ല കറുപ്പാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും കണ്ടെന്നും പറഞ്ഞുകൊണ്ട് വേറൊന്നും വിചാരിക്കേണ്ട. ചമ്മന്തി പോലെ എടുക്കാം, നമുക്ക് കറി പോലെ എടുക്കാം. ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിക്കാം. നമുക്ക് അല്പം വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ അതൊരു ഇതായിട്ട് തോന്നും, പക്ഷേ ഇത് നല്ലൊരു നമ്മളെ വയറിനും നമുക്കുള്ള വയറിൻ്റെ അസ്വസ്ഥതയ്ക്കൊക്കെ നല്ലൊരു ഇഞ്ചിക്കറി പോലുള്ള ഒരു കറിയാണ്. ഇത് നമ്മൾ ഇഞ്ചി എങ്ങനെ തീയൽ വെക്കുന്നത് അതുപോലെയാണ് നമ്മളിത് വെച്ചെടുക്കുന്നത്. ചില കുഞ്ഞുങ്ങൾക്കൊന്നും കൊടുത്താൽ ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ നമ്മൾ പീരീഡ്സ് വരുന്നൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ രീതിയിലാക്കി കൊടുക്കുമ്പോൾ അവർക്ക് വയറ്റുവേദനയും മറ്റുള്ള അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാകത്തില്ല. അപ്പം കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, വലിയവർക്കും എല്ലാവർക്കും എന്ന് വെച്ചാൽ നമ്മൾ സ്ത്രീകൾക്കൊക്കെ നല്ല, അതുകൊണ്ട് തന്നെ പുരുഷന്മാർക്കും ഇത് കൂട്ടുന്നതിന് കുഴപ്പമില്ല. വയറിൽ ഈ വയറ് പെരുക്കത്തിനും അങ്ങനെയൊക്കെ ഇത് നല്ലതാണ്. അപ്പം കുഴപ്പമൊന്നുമില്ല, അവർക്കും കഴിക്കാവുന്ന രീതി. സ്ത്രീകളുടെ കാര്യം മാത്രം പറഞ്ഞതുകൊണ്ട് അങ്ങനെയൊന്നും വിചാരിക്കരുത്. അവർക്കും കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ആർക്കും കഴിക്കാം. പക്ഷേ ഇത് കൂടുതലും സ്ത്രീകളാണ് കഴിക്കുന്നത്. സ്ത്രീകൾക്ക് ആണ് ഇത് നല്ലത് എന്നും പറഞ്ഞ് മറ്റുള്ളവർക്ക് കഴിച്ചെന്നും പറഞ്ഞ് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ അല്പം വെള്ളം ഒഴിച്ചു. വെള്ളമൊക്കെ ഒഴിച്ച് ഇതിൽ തിളച്ച് വരുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഒരിത്തിരി വെച്ചിരുന്നാലേ നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാമല്ലോ. അങ്ങനെ കണ്ട ഇഞ്ചിക്കറി പോലെ തന്നെ ഒറ്റ നോട്ടത്തിൽ ഇഞ്ചിക്കറിയാണ് പറയത്തുള്ളൂ. പക്ഷേ നല്ലൊരു ഐറ്റമാണ്. നമുക്ക്
വയറിനൊക്കെ നല്ല സൂപ്പർ സാധനം. അതിന് അല്പം ഉപ്പിടാം. ഞാൻ സ്പൂണിലല്ല ഉപ്പിടുന്നത്, എനിക്ക് കയ്യിലിട്ടാലേ, കൈക്ക് വാരിയിട്ടാലേ എനിക്ക് ആ ഒരു അളവ് കറക്റ്റ് ആവത്തുള്ളൂ. അപ്പം കറക്റ്റ് ഉപ്പായി. അപ്പം നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ഒരു കറിയാണ് ഇത്. നമുക്ക് സ്റ്റാൻഡും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി ഈ ഫോണിനകത്ത്. ഈ ഫോൺ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായി ഫോണിൽ ഇങ്ങനെ എടുക്കുക. ഇത് തന്നെ ഏറ്റവും നമ്മൾ കുറഞ്ഞൊരു ഫോൺ വാങ്ങിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു ശകലം കൂടി വെള്ളം വയ്ക്കാം, കാരണം എന്ന് വെച്ചാൽ നല്ല കട്ടിക്കാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇത്ര വെള്ളത്തിൻ്റെ ആവശ്യമുള്ള കേട്ടോ. ഇതേ രീതിയിൽ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഈ വടക്കംപുളി തോട്ടുപുളി വെച്ചൊരു രസം വെച്ച് കൂട്ടിയും ഇതുപോലൊക്കെ ഉള്ള ഓരോ കറികളൊക്കെ വെച്ചൊന്ന് കൂട്ടണം. അപ്പം നമുക്ക് ഒരുപാട് വയറിനൊക്കെ ഒരുപാട് നല്ല ഒരിത് കിട്ടുന്ന ഒരു കറിയാണ്. അപ്പം നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ഈ ചെയ്യുന്നത് അതല്ല ഇതിൻ്റെ എന്തെങ്കിലും പോരായ്മകൾ ഞങ്ങൾ വർഷങ്ങൾ കൊണ്ട്, കാരണം എൻ്റെ അമ്മയും എൻ്റെ അമ്മയുടെ അമ്മയൊക്കെ ഞങ്ങൾ കുഞ്ഞുങ്ങളായിരുന്നു, നമുക്കൊരു 10-12 വയസ്സൊക്കെ കഴിഞ്ഞ സമയത്ത് നമുക്ക് ഈ പീരീഡ്സൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വയറിൽ അസ്വസ്ഥതകൾ ഉണ്ടാവുകയും വയറ്റുവേദന എടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പം ഞങ്ങളുടെ അമ്മയും അമ്മാമ്മയൊക്കെ ഇങ്ങനെ ഈ കറികൾ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്ന് ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് എന്ന് കരുതി നമ്മൾ മാത്രമല്ല, അത് നമ്മുടെ വീട്ടിലുള്ള ആൺകുട്ടികൾക്കും അച്ഛന്മാർ ആർക്കും വേണമെങ്കിലും കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. എന്നാലും നല്ല ഒരു കറിയാണിത്. അപ്പം നിങ്ങൾ ഇത് വീട്ടിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ചില അസ്വസ്ഥതകളൊക്കെ വയറിനൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയും കൂടെ നമ്മളൊരു തീയൽ പോലെയൊക്കെ വെച്ചിരുന്ന് ചോറിൻ്റെ കൂടെ ചമ്മന്തിയായിട്ട് നമുക്ക് കുഴമ്പം പരുവത്തിൽ ചമ്മന്തി പോലെ എടുക്കാം, അല്ലെങ്കിൽ ഇഞ്ചി പോലെ തൊടുകറിയായിട്ടും നമുക്കിത് എടുക്കാം. എങ്ങനെ ആയാലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റൊക്കെ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആരും നമ്മുടെ അങ്ങനെ വീഡിയോകൾ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഇടയ്ക്ക് വെച്ച് നമുക്ക് മുടങ്ങി പോകണമെന്ന് പറഞ്ഞ് ഇടയ്ക്ക് വെച്ച് മൊബൈലിൽ പൈസ ഇല്ലാതായി. ചില സമയത്ത് നമ്മൾ ചില സാഹചര്യങ്ങളിൽ നമുക്ക് എടുക്കാൻ പറ്റാതെ വരും. അങ്ങനെ അതെന്ന് വെച്ചാൽ നമുക്ക് ഒരു സ്റ്റാൻഡോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വെച്ചിട്ട് വീഡിയോ എടുക്കാൻ നല്ല ഇതാണ്. പക്ഷേ നമുക്ക് അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ വീടിൻ്റെ സ്ഥലവും ഇതൊക്കെ കാണുമ്പോൾ പിന്നെ ഇവർക്ക് എന്തോ കുഴപ്പമൊന്നും. ഇതൊക്കെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് 10-13 വർഷത്തെ കഷ്ടപ്പാടും വിഷമം അങ്ങനെയൊക്കെ ഒരുപാട് അതിൻ്റെയൊക്കെ ബാധ്യതകൾ ഇനിയുണ്ട്, കുറേയൊക്കെ തീർത്ത് വരുന്നു. അതുകൊണ്ടൊക്കെയാണ് നമുക്ക് പെട്ടെന്നൊരു സ്റ്റാൻഡോ കാര്യങ്ങളോ മറ്റുള്ളതൊന്നും മേടിച്ച് വെച്ച് നമുക്കൊരു ആധികാരികമായിട്ട് മറ്റുള്ളവർ ചെയ്യുന്ന വീഡിയോ പോലെ നമുക്ക് പറ്റത്തില്ലെങ്കിൽ നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളോ കുറവുകളോ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം. നിങ്ങൾ കഴിവതും ഞങ്ങളതിന് സപ്പോർട്ട് ചെയ്യണം, സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ കൂടെ നിൽക്കണം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എനിക്ക് പറയും. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ നിങ്ങൾ ലൈക്ക് ഷെയറൊക്കെ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടാറ്റാ.